ഹലോ എന്താ ഇത്? ഇതൊരു ഹൈ പ്രൊഫൈലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. ഓ, ഇവിടെ ഞാൻ ആരാ? പ്രിൻസിപ്പാള്. സാറാരാ? കണക്ക് സാറ്. ആ, അത് കണക്കാ, അത് വിട്. സാറിനെ പോലുള്ള അധ്യാപകരെ കണ്ടിട്ടാണ് ഇവിടെ കുട്ടികൾ പഠിക്കുന്നത്. അതുകൊണ്ട് ഒരു മിനിമം ഒരു മാനേഴ്സ് അകില് കീപ്പ് ചെയ്യണം. ഫോണിൽ ഒരു മര്യാദയുള്ള റിംഗ് ടോൺ ഇടാനുള്ള അന്തസ്സകില് കാണിക്കണം. സോറി. പ്രവേശനോത്സവത്തിന്റെ ദിവസമാണോ? അറിയാം. പോയി അതിന്റെ കാര്യങ്ങളൊന്ന് ചെയ്യാവോ? ചെയ്യാം. എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞ ഭയങ്കര കഷ്ടം തന്നെയായിരുന്നു. ടീച്ചറിന് പറ്റിയ നല്ല അന്തസ്സുള്ള റിംഗ് ടൂണാ ടീച്ചർ ഇട്ടേക്കുന്നത്. അത് ഹസ്ബൻഡ് വിളിക്കുമ്പോ മാത്രമേ ഉള്ളൂ ഈ റിംഗ് ടോൺ. ബാക്കി എല്ലാരും വിളിക്കുമ്പോ ഇതൊന്ന് ടീച്ചറിന്റെ ഭർത്താവിന്റെ അതാവണ ലക്ഷണമൊക്കെ ഉണ്ട്. എന്തോ കാര്യം പറ. പട്ടാപ്പകല് നമ്മുടെ സ്കൂളിൽ ഒരു മോഷണം. എവിടെ? അവിടെ. ഇത്രയും ധൈര്യത്തോടു കൂടി ഒരുത്ത ഇവിടെ കയറി വരണമെങ്കിൽ അതിന് സമ്മതിക്കുന്ന ടീച്ചറിഞ്ഞ് വന്നാണ്. കമ്പട്. അയ്യോ, അതങ്ങനല്ല. പിന്നെ കമ്പെട് കുഴലിടുമാളോരെ ഇനി തണ്ടെട് തടയിടും വീളോരെ. അത് കൊമ്പട് കുഴലിടും മാളോരെ എന്നല്ലേ? താൻ ഇവിടെ കമ്പും കൊണ്ടൊക്കെ ഇരുന്നു. അന്നേരത്തേക്ക് കള്ളം പോകും. എന്തെങ്കിലും ഒന്ന് ചെയ്യും. അവിടെ ഒരു കമ്പിരിക്കണം, എടുത്തോണ്ട് വരായി. ഒരു കമ്പെടുത്തോണ്ട് വാ. എടുത്ത് മണ്ട നോക്കി അടി. അമ്മച്ചി, എന്റെ മണ്ട നോക്കി അടിക്കാനല്ല പറഞ്ഞത്, കള്ളന്റെ മണ്ട നോക്കി അടി. അങ്ങോട്ട് പോയി അടി ടീച്ചറെ, അടി. അടി. ഇതിലേതാ തല? ഇതെന്താ ഇരുതല മൂരിയ? അതാ തല. അടി. അയ്യോ, സാറെന്തിനു സാറേ ഇത് മൂടിക്കൊണ്ട് ഇതിനകത്ത് വന്ന് കയറിയത്? എന്നെ കൊണ്ടൊന്ന് പറയിക്കരുത്. വണ്ടി സ്റ്റാർട്ട് ചെയ്യണതാ? വണ്ടി സ്റ്റാർട്ട് ചെയ്യണല്ല. പിന്നെ കഴിഞ്ഞ ആഴ്ച ഞാൻ സ്പോർട്സ് സാധനങ്ങൾ തുടച്ചു വെക്കാൻ വേണ്ടി ഇതിനകത്ത് വന്ന് അപ്പൊ ലൂണ്ട അവിടെ തൂങ്ങിക്കിടക്കണ കടന്നക്കൂട് കണ്ടോ? അത് ഇന്ന് കടന്തൽ ഇറങ്ങി വന്നെ കൊത്തി. സാറിന് എന്താണ് സാറേ ഈ അവധി സമയത്തൊക്കെ ഒന്ന് ഈ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നത്? അതെന്റെ ജോലിയോടുള്ള ആത്മാർത്ഥത. അപ്പൊ ഈ കടന്നൽ കൊത്തിയതാ? അതതിന്റെ ആത്മാർത്ഥത. ടീച്ചറെ, കടന്നൽ കൊത്തിയെന്ന് പറഞ്ഞാൽ ഈ പുള്ളിയുടെ മുഖത്ത് ഒരൊറ്റ പാടില്ല, ചുമ്മാ ഒരു മുഖത്ത് നീര് പോലും ഇല്ല. അത് വരൂല. എനിക്കറിയാം, കടന്തല് പല്ലി കൊട്ടിയാല് നമ്മൾ അപ്പൊ ചത്തു. അതുകൊണ്ട് ഞാൻ ഹെൽമെറ്റും വെച്ചോണ്ടാണ് വന്നത്. അത് നന്നായി. ഹെൽമെറ്റ് വെച്ചോണ്ട് വന്നോണ്ട് മുഖത്ത് ഒരു കൊട്ടും കിട്ടിയില്ല. അതെ, മുഖത്തൊരു കൊട്ട് കിട്ടിയില്ല. പക്ഷെ അവരെന്റെ മൂലമറ്റം കൊത്തിച്ചന്നെ ഭിന്നമാക്കി കളഞ്ഞേ. അയ്യോ, ഇത് കടന്നൽ കൊത്തിയതാണ്. ഞാൻ വിചാരിച്ച ഷോർട്ട് പുട്ട് എടുത്ത് ഒളിച്ചു വെച്ചിരിക്കണെന്ന്. സാറ്, നിങ്ങൾ ഇവിടെ കിടന്ന് ഇങ്ങനെ ബഹളം വെക്കല്ലേ? ഞാനൊരു കാര്യം പറയാം. ഇവിടെ കടം തരാൻ പറ്റത്തില്ല. കഴിഞ്ഞ ആഴ്ച തന്ന 500 രൂപ പോലും സാറ് തിരിച്ചു തന്നിട്ട് അതുകൊണ്ട് കടം തരാൻ പറ്റത്തില്ല. അതല്ലെന്ന്. പിന്നെ ഇവിടെ കടന്തല് കൂടെ ഒന്ന് ഇളക്കി മാറ്റണമെന്ന്. ഈ കടന്തല് കൂടെ ഇളക്കി മാറ്റിയില്ലെങ്കിൽ സത്യമായിട്ട് ഒരാഴ്ച ഞാൻ ഇവിടുന്ന് ലീവ് എടുത്ത് പോകും. അയ്യോ, പോണ്ട. ധൈര്യമായിട്ട് ഇവിടെ നിന്നോ. ഒരാഴ്ചത്തേക്കുള്ള കടന്തലിന്റെ ടാർഗറ്റ് അവർ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയൊന്നും ചെയ്യൂല. സാറേ, ഇവിടെ ബഹളം വെച്ച് നിൽക്കുവാണോ? ഇതാണോ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം? എന്റെ സാറ് ഓരോ സർക്കാർ സ്കൂളിൽ പോയെന്ന് നോക്ക്. ഹൈ പ്രൊഫൈലാ. കണ്ടിട്ടുണ്ടെങ്കിൽ 5 സ്റ്റാർ ഹോട്ടൽ മാറി നിൽക്കും. അത് ശരിയാ. പേരൻസ് ഒക്കെ ഇപ്പൊ എല്ലാ കുട്ടികളെ അങ്ങോട്ടാ കൊണ്ടുപോകുന്നത്. ഇങ്ങനാണ് നമ്മുടെ സ്കൂൾ അടച്ചു പൂട്ടേണ്ടി വരും. നിങ്ങളുടെ രണ്ടുപേരുടെ ജോലി പോകും. അതുകൊണ്ട് എനിക്ക് കുട്ടികൾ വേണം. നിങ്ങൾ രണ്ടുപേരും അതിന് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചേ പറ്റൂ. ടീച്ചറെ, ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ? എന്റെ സാറ്, കുട്ടികളെ ക്യാൻവാസ് ചെയ്യണോന്ന്. പ്രവേശനോത്സവത്തിന്റെ മീറ്റിംഗ് കഴിഞ്ഞാൽ കുട്ടികളെ ക്യാൻവാസ് ചെയ്താൽ പറ്റൂ. ഓക്കെ, ക്യാൻവാസ് ചെയ്യണമെന്ന് കുട്ടികളെ പിടുത്തം തട്ടിക്കൊണ്ടുവരക്കാം. അതല്ലെന്ന്. രണ്ടും ഒന്നി എന്നെ വാ. നമുക്ക് അവിടെ പോയി കാര്യങ്ങൾ നോക്കാം. കൊണ്ടുപോവാ. ഹലോ, ആടി ഞാൻ സ്കൂളിലാ. ഇന്നാണ് പ്രവേശനോത്സവത്തിന്റെ PTA മീറ്റിംഗ്. ഇത്തവണത്തെ PTA പ്രസിഡന്റ് ഞാൻ തന്നെ മോളെ. ആര്?
അഭിഷേകിന്റെ അമ്മയാ? അയ്യടാ, അവളിങ്ങോട്ട് വരട്ടെ. അവളെ കഴിഞ്ഞ കൊല്ലം ഇവിടെ കിടന്നിട്ട് കുറെ ഷോ കാണിച്ച ഡാൻസിനും പാട്ടിനും ഒക്കെ മുമ്പന്തിയിലായിരുന്നു. ഇപ്രാവശ്യം അത് നടക്കൂല. ഞാൻ അവളെ ഈ സ്കൂളിന്റെ 7 അയലത്ത് അടുപ്പിക്കൂല. ആ ഞാനുണ്ടടി, ഞാനും പുഷുണ്ട്. ആടാ, ഓക്കെ ഓക്കെ ഓക്കെടാ, ബൈ. അയ്യോ, ഇതെന്തീ കിടന്ന് കാണിക്കണത്? നീ ഒരു കാര്യം ചെയ്തു വെച്ച് ഇതിനകത്തോട്ട് കയറ്റിട്ടൊന്ന് ചൊറി, നല്ല സുഖം. ഇതെന്താണിത് വടിയാ? ഇത് പറ്റില്ല. ഇത് ഞാൻ ഇത് പറഞ്ഞതല്ലേ, ഈ കോട്ടും പാറ്റൊന്നും വേണ്ട, മര്യാദക്ക് മുണ്ട് ഷർട്ടും മതിയെന്ന്. എന്റെ പുഷ്പൻ ചേട്ടാ, നിങ്ങളെ തന്നെ വിളിച്ചത്. ഞാൻ പുഷ്പാങ്കതനല്ലേ? അതെ, പക്ഷെ ഇവിടെ നിങ്ങൾ പുഷു, ഞാൻ സുഷുവാണ്. ആണോ? അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇതെന്ത് സാധനം? പണക്കാരൊക്കെ വായിക്കാത്ത വെക്കണ സാധനമാ. ദൈവമേ, ഏതെങ്കിലും ടീച്ചർമാര് കണ്ട നിങ്ങൾ സ്കൂളിൽ കിടന്ന് ലഹരി ഉപയോഗിച്ചെന്നാൽ ഇപ്പൊ പോലീസിൽ പിടിച്ചേൽപ്പിക്കും. ലഹരി എന്ന് ആര് പറഞ്ഞു? ഇത് പോണ വഴിക്ക് പലവ്യഞ്ജനം വാങ്ങിക്കാനുള്ള ലിസ്റ്റ്, അതുകൊണ്ട് ഞാൻ ചുരുട്ടി വെച്ചതേ ഉള്ളൂ. എന്റെ പുഷ്പൻ ചേട്ടാ, നമ്മുടെ മക്കള് പഠിക്കണ ഭയങ്കര ടോപ്പ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളായത്. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാ ഇംഗ്ലീഷിൽ യാന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. ഓക്കെ, ഒന്ന് പറഞ്ഞേ. അങ്ങനെയല്ല, ഓക്കെ ഗുഡ് മോർണിംഗ്. അങ്ങോട്ട് മാറി. എനിക്കൊരു പട്ടികടി കൂടെ കൊള്ളാൻ കാണില്ല ടീച്ചറെ. ഈ പേ പിടിച്ചതിനൊക്കെ വല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോ, അല്ല സ്കൂളിലോട്ടല്ല കൊണ്ടുവരേണ്ടത്. സോറി മാം, പുഷ് ഒരു ഫോറിനറുമായിട്ട് ബിസിനസ് ഡീൽ സംസാരിച്ചപ്പോ അറിയാതെ. സോറി മാം. എന്നിട്ട് എന്തൊരു അന്തസ്സാ, സ്കൂളിൽ വന്ന് കയറി ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? മാനേഴ്സ് കീപ്പ് ചെയ്യാൻ പഠിക്കും. താഴെ ഇറങ്ങ്. ഒന്ന് പിടിച്ചോടോ. അപ്പോ പ്രവേശനോത്സവത്തിന്റെ മീറ്റിംഗ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാരും വന്ന സ്ഥിതിക്ക് മാഡം തുടങ്ങിയാലോ? മീറ്റിംഗ് തുടങ്ങാം. മീറ്റിംഗ് തുടങ്ങാം. മീറ്റിംഗ് തുടങ്ങാൻ വരട്ടെ. അയ്യോ, അഭിഷേകിന്റെ അമ്മ വരുന്നു. പുതിയ PTA പ്രസിഡന്റിനെ തീരുമാനിച്ചോ? ആ, തീരുമാനിച്ചു. ഇത്തവണത്തെ PTA പ്രസിഡന്റ് ഞാനാ. ആഹാ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇപ്പൊ TC വേണം. എന്റെ മോനെ ഞാൻ CBSE ചേർക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മോനെ KPSC ചേർക്കും. എടോ, താൻ തന്റെ കൊച്ചിനെ എവിടെയെങ്കിലും ചേർക്കണോ? ഒന്നും മിണ്ടാണ്ടിരിക്കണോന്ന്. ഒരുമാതിരി എന്റെ അടുത്ത് സംസാരിക്കരുത്. എന്റെ ഭാര്യ എന്നെ വീട്ടിൽ വലിച്ചെതയ്ക്കും, മീൻ വെട്ടിക്കും, മിറ്റം തൂക്കിപ്പിക്കും. പക്ഷെ കണ്ട പെണ്ണുങ്ങൾ എന്റെ തലയിൽ കയറാൻ വന്ന എന്റെ സ്വഭാവം മാറും. എനിക്ക് എന്റെ മോന്റെ TC ഇപ്പൊ വേണം. ഇപ്പൊ എന്തിനാ അഭിഷേകിന്റെ TC? എന്തിനാണോ എന്നെ PTA പ്രസിഡന്റ് ആക്കാത്ത സ്ഥിതിക്ക് ഞാൻ എന്തിനാ എന്റെ മോനെ ഈ സ്കൂളിൽ പഠിപ്പിക്കണം? അത് മാത്രമല്ല, ഞാൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോ ഞാൻ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് ആ വലിയ കടന്നൽ കൂടെ ഒന്ന് നീക്കം ചെയ്യാൻ. അതിന്റെ പേരിലല്ലേ ഇപ്പൊ എന്നെ മാറ്റുന്നേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അതുകൊണ്ടാ പറഞ്ഞത് എന്റെ മോന്റെ TC എനിക്ക് ഇപ്പൊ വേണം. TC തരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ ഇത്രയും ബ്രൈറ്റ് ആയ ഒരു സ്റ്റുഡന്റിനെ എന്തിന്റെ പേരിൽ TC കൊടുത്തു വിട്ടു എന്ന് മാനേജ്മെന്റ് ചോദിച്ചാൽ നമ്മൾ എന്ത് ഉത്തരം പറയും? അത് ശരിയാണ്. എക്സലന്റ് ബോയ്. കഴിഞ്ഞ ആനുവൽ പരീക്ഷയ്ക്ക് അവന് 10 വിഷയത്തിലും 10 A പോസിറ്റീവാ. ഇങ്ങനെ അധിക ചിഹ്നം ഇടണ്ട ഒരു എന്റെ സാറേ, അത് A+. ഓരോരോ സ്കൂളില് ഓരോരോ രീതികൾ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, എനിക്ക് TC വേണം, TC വേണം, TC വേണം. എന്നാ പിന്നെ കൊടുത്തേക്കാം അല്ലേ സാറേ? പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ സാറേ, നമ്മുടെ ഈ പ്രവേശനോത്സവത്തിന് ഈ ഗസ്റ്റ് വരുമ്പോൾ ഗസ്റ്റിന്റെ മുന്നിൽ വെൽക്കം ഡാൻസ് കളിക്കുന്നത് അഭിഷേകിന്റെ അമ്മയായിരിക്കണം എന്ന നിർബന്ധം കൊണ്ട് ഞാൻ ആ പേരെഴുതി വെച്ചു. ആരോട് ചോദിച്ചിട്ട് പേരെഴുതി? എന്റെ പേര് എഴുതണമെങ്കിൽ എന്നോടെങ്കിലും ചോദിക്കണം. എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല ഡാൻസ്, ഞാൻ കളിക്കുകയില്ല. അയ്യോ, ഇപ്പൊ നിവിൻ പോളി വരുമ്പോ എന്തൊരു പറയും? അയ്യോ, നിവിൻ പോളി അല്ല, ദുൽഖർ സൽമാൻ. പറയണക്ക് മാറ്റിയല്ലേ. ദുൽഖർ സൽമാൻ ഗസ്റ്റ് ആയിട്ട് വരുമ്പോ അതിന്റെ മുമ്പ് ഡാൻസ് ഇല്ലെങ്കിൽ പുള്ളി നിന്ന് ചമ്മും. ഉറപ്പായിട്ടും ചമ്മും. ഇനിയിപ്പോ ആര് ഇതുപോലെ ഡാൻസ് കളിക്കുന്ന വേറെ ആരുണ്ട്? ദുൽഖർ സൽമാൻ വരുമോ? വരും. എന്നാ പിന്നെ അത് നേരത്തെ പറഞ്ഞൂടെ ടീച്ചറെ? പറയണമെന്ന് ഓർത്തായിരുന്നു, പക്ഷെ വിട്ടുപോയി. ഇനിയിപ്പോ ഞാൻ കാരണം ദുൽഖർ സൽമാൻ ചമ്മണ്ട. നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ ഈ ഞാൻ തന്നെ അങ്ങ് കളിച്ചേക്കാം. അപ്പൊ TC-യാ? ആര് ചോദിച്ചു TC? അപ്പൊ വേണ്ടേ? ഓ വേണ്ട, വേണ്ടേ വേണ്ട. അത് മാത്രമല്ല, കുഞ്ഞമ്മേന്റെ മക്കളെ, ചിറ്റപ്പന്റെ മക്കളെ, അമ്മായിയുടെ മക്കളെ എല്ലാവരെയും ഞാൻ ഈ സ്കൂളിൽ തന്നെ അങ്ങ് ചേർക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ടീച്ചറെ. എങ്ങനെ ഇരിക്കണം? നന്നായിരിക്കണു. ഒരു കാര്യം ഞാൻ പറഞ്ഞ
പിടിയുടെ പരിപാടിക്ക് ദുൽഖർ സൽമാൻ വരുമ്പോ ഞാനാണ് ഡാൻസ് അതെ ദുൽഖർ സൽമാൻ വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ എന്റെ ഭാര്യ നൃത്യങ്ങൾ അവതരിപ്പിക്കും. അതെ അയ്യോടാ അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. പള്ളി എന്ന് പറഞ്ഞാൽ പള്ളിക്കൂടത്തിൽ ആര് ഡാൻസ് കളിക്കും? അതുകൊണ്ട് ആവർത്തനം പറയുന്നത് എന്താ സാറേ അയ്യോ മാനേജര് വരുന്നു. അങ്ങേരാണെങ്കിൽ ഭയങ്കര ദേഷ്യക്കാരനാ. ഇവിടെ ഈ ബഹളക്കാരൻ കൊണ്ടാവണ്ടല്ലോ അങ്ങനെ എല്ലാത്തിനെയും പിടിച്ച് പുറത്താക്കും. എടാ ഉണ്ടച്ചക്കെ മാനേജറല്ല ആര് വന്നാലും ശരി ദുൽഖർ വരുമ്പോ എന്റെ ഭാര്യ നൃത്യങ്ങൾ അവതരിപ്പിക്കും. മാനേജർ എന്ന് പറഞ്ഞ ഈ സ്കൂളിന്റെ ഓണർ, അയാൾക്ക് ഭയങ്കര അധികാരമാണ്. അയാൾക്ക് വേണമെങ്കിൽ നിങ്ങളെ കുട്ടിയെ ഇവിടുന്ന് പുറത്താക്കാം. അതുകൊണ്ട് മിണ്ടാതിരി. പറഞ്ഞു എന്തൊരു ബഹളം ഇത്? ഞാനങ്ങ് ചായപ്പിരുന്നപ്പോ കേട്ടല്ലേ ബഹളം, ഓഫീസിരുന്നപ്പോ കേട്ടെന്ന്. നിങ്ങളാണ് അവിടുത്തെ കണ്ട്രാക്ക്. നിനക്ക് എന്തൊരു പൊടിയാ കൂര്, നീ ചുമ്മാ ഇരിടെ അവിടെ. ഞാനിവിടെ വന്ന് നിങ്ങളെ ബഹളം കേടക്കാനും കാണാനൊന്നും അല്ല. നമ്മൾ ഇവിടെ വരുന്ന പിള്ളേരിഞ്ഞോട്ട് വരുമ്പോ ഈ പിള്ളേർക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ വേണം നമ്മൾ ചെയ്യാൻ. അതിന്റെ മീറ്റിംഗും കൂടാണ് ഞാൻ വന്നത്. മീറ്റിംഗിന് നമ്മൾ എല്ലാരും ഇരുന്ന് കാര്യങ്ങൾ അതിന്റെ ഉഷാറായിട്ട് ചെയ്യണം. അപ്പൊ ഓ എനിക്കിരിക്കാൻ കസേരയില്ല. ഒരു കാര്യം ചെയ്യ്, തറയിലിരി ലെവലായിക്കോളും. അപ്പൊ നമുക്ക് ഈ പിള്ളേർക്ക് സന്തോഷം വരാൻ വേണ്ടി നമുക്ക് എന്തൊരു ചെയ്യാം? അതെ അതെ, എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് സാറേ നമുക്ക് അറിയേണ്ടത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു പ്ലാസ്റ്റിക് ഡോൾ വെക്കാം. പ്ലാസ്റ്റിക് ഡോളോ? അതെന്തുവാ? എല്ലാരും കൂടെ നിരന്ന് നിന്നിട്ട് നമ്മള് താനം തൂക്കിയിട്ടെ ആദ്യം അത് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, ഒരു ഓളമായിരിക്കും. അത് ഓക്കെയാണ് ഈ പിള്ളേരെല്ലാം കൂടെ സന്തോഷത്തിൽ ഓളത്തിൽ കളിച്ചോണ്ടിരിക്കുമ്പം നമ്മള് സാറുമാരെല്ലാം കൂടെ സൈഡിലോട്ട് മാറി നിന്നിട്ട് ആനമയിലോട്ടങ്ങ് മാറി വെച്ചാൽ എവിടെ വേണമെങ്കിലും വെക്കാൻ. ഡയമണ്ട് കാലി വെയ് രാജാ വെയ് 10 രൂപ കളം കാലി വെയ്. ഞാൻ പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചാൽ ഇത് കൂടാതെ നമുക്ക് വേറെ എന്ത് ചെയ്യാന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. ഈ നാസിക് ഡോൾ ഓക്കെയാണ് സാർ, പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് എനിക്ക് തോന്നുന്നു ഒരു ട്രെൻഡിനനുസരിച്ചുള്ള സാധനം വേണം. പൂച്ചം വെക്കാം. ട്യൂഷൻ ഉണ്ടല്ലോ സ്കൂളിലെ ക്ലാസ് കഴിഞ്ഞ പിള്ളേർക്ക് വേറെ ട്യൂഷൻ ഉണ്ട്. അതല്ലെന്ന് പൂച്ചൻ ഈയിടെ ഈ ഓടക്കൂടിൽ വായിച്ചിട്ട് കൂടെ ചെണ്ടോട്ടുന്ന സാധനം ഇല്ലേ ഫ്യൂഷൻ, ഇത് തന്നെ അത് വെക്കാം. അത് കൊള്ളാം, അത് നല്ലതാ. പിള്ളേരൊക്കെ ഒന്ന് ഇളവും. ഒരു നിറമായിരിക്കണം. അത് മാത്രം പോരാ, ഉള്ളരിഞ്ഞോട്ട് കയറി വരുമ്പോ ഉണ്ടല്ലേ ദാണ്ട നമ്മൾ ഈ പല 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 കൊടികൾ കെട്ടിയിട്ട് ഇങ്ങനെ സംഭവം കിടക്കണം, കാറ്റത്ത് കിടന്ന് ആടുന്ന കാണാൻ ഭയങ്കര രസമായിരിക്കും. എന്റെ സാറേ ഇത് പാർട്ടി ഓഫീസ് അല്ല കൊടി തൂക്കാനായിട്ട്. അതല്ല ഞാൻ പറഞ്ഞത്, പിന്നെ ഈ പല 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 കൊടികളെ നിറച്ച് നല്ല കളർഫുൾ ആക്കണം. സാർ എന്തോ ഉദ്ദേശിക്കുന്നത്? ഒരുപാട് കളർ തുണികൾ വെച്ച് കളർഫുൾ ആക്കണം. കളർഫുള്ള് സാർ ഈ കളർഫുൾ കൊണ്ട് എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? ഞാനിപ്പോ ഇതിപ്പം കളർഫുൾ എന്ന് പറയുമ്പോ ഒരു പിന്നെ ഇതിപ്പോ ഒരു പറഞ്ഞുതരാം, ഇതുപോലെ ഇരിക്കണം. ഒത്തിരി കാര്യം പിടികിട്ടി. ഇവിടുത്തെ മാനേജരാണ് എന്ന് പറഞ്ഞിട്ട് കളർഫുൾ കാണിക്കുന്നതിന് എന്ത് പറയുന്നത്? അപ്പൊ അത് ഓക്കെ, അപ്പൊ നമ്മൾ കളർഫുൾ ആക്കിയിരിക്കും. അപ്പൊ അത് കാര്യങ്ങൾ ഇത്രയായ സ്ഥിതിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. ദുൽഖർ സൽമാൻ വരുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ എന്റെ ഭാര്യ നൃത്യങ്ങൾ അവതരിപ്പിക്കും. അതെ അയ്യടാ അങ്ങോട്ട് നീങ്ങി നിക്ക്. ദുൽഖർ സൽമാൻ വരുമ്പോ ഞാൻ തന്നെ ഡാൻസ് കളിക്കും, അതിനൊരു മാറ്റൂല. എന്റെ ഭാര്യ കളിക്കുള്ളൂ. അതങ്ങോട്ട് പള്ളി പോയി പറഞ്ഞാൽ ഞാനാ കളിക്കുന്നത്. ഒരു പള്ളിക്കൂടാണ് ഇവിടെ കിടന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കരുത്, പറഞ്ഞ കേട്ടോ. സാറേ ദുൽഖർ സൽമാൻ വരുമ്പോ ഞാൻ തന്നെ ഡാൻസ് കളിക്കും. അതിനാര് പറഞ്ഞു ദുൽഖർ സൽമാൻ വരുന്നെന്ന്? നേരത്തെ അവര് ടീച്ചർ പറഞ്ഞില്ല. ദുൽഖർ സൽമാൻ വരുമ്പോ പൈസ ആര് കൊടുക്കും? അങ്ങനെ ആഗ്രഹിക്കണേന് ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ സാർ. സാറേ അപ്പൊ ദുൽഖർ സൽമാൻ വരൂലേ? നിനക്കെന്തോന്ന് പ്രാന്ത് വെച്ചാ നീ ഇവിടെ ആരും വരുന്നൊന്നും ഇല്ലെന്ന്. ജയിച്ചൂലേ? അങ്ങനെയല്ലേ പാടുള്ളൂ. 10 വർഷം എന്റെ ഉള്ളിലിട്ടോട് നടന്ന ഡാൻസാ നിങ്ങളുടെ ഈ ദുൽഖർ സൽമാൻ കാരണം ഞാൻ പുറത്തെടുത്തത്. അനുഭവിക്കും എല്ലാത്തിനും ഞാൻ അനുഭവിക്കും, പ്രത്യേകിച്ച് നിങ്ങളെ. അത് കഴിഞ്ഞിട്ട് തന്നെ തന്നെ ഞാൻ അനുഭവിക്കും. കുറെ നേരമായി ഞാൻ സഹിക്കണം. ഇല്ലെങ്കിൽ ഞാൻ മഹാ ചെറ്റാൻ വന്നിരിക്കുന്നു. നേരം കൊണ്ട് ഇത് ഇവിടെ അല്ല കെട്ടേണ്ടത്.
ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ സൂപ്പർ, വെറും സൂപ്പർ അല്ല, സൂപ്പർമാൻ. ദേ, വിഷയം മാറ്റാൻ നോക്കണ്ട, എന്റെ കാര്യം പറ. അല്ലെങ്കിൽ കുത്തും. കുത്തോന്ന് പറഞ്ഞ കുത്തും, കുത്തി പൊളർത്തും. എന്നെ ഈ പള്ളിക്കൂടത്തിന്റെ മുതലാളിയായി എന്നെ കുത്താൻ ചുണയുണ്ടെങ്കിൽ കുത്തടി വെച്ചാ നീ. ഞാനല്ല കുത്തുന്നേ, എനിക്ക് വേണ്ടി നിങ്ങളെയൊക്കെ കുത്താനേ ഒരു 10,000 പേര് വേറെ ഉണ്ട്. എന്നാ പിന്നെ വെളിയടി നിന്റെ 10,000 ദേ കാണ്. കറക്കുന്നു. തരാം തരാം. ഓ! അയ്യോ, സാറിനെ കുത്താ.